Question number 7, sec inverse of 2 by root 3. അപ്പോൾ y is equal to sec inverse of 2 by root 3 എന്ന് പറഞ്ഞാൽ എഴുതി. sec y equal to 2 by root 3. നെക്സ്റ്റ് സ്റ്റെപ്പിൽ sec ഇൻവേഴ്സിൻ്റെ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് എന്താണെന്ന് പറഞ്ഞ് എഴുതണം. അപ്പോൾ പ്രിൻസിപ്പൽ വാല്യൂ ബ്രാഞ്ച് ഓഫ് sec ഇൻവേഴ്സ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്ലോസ്ഡ് 0 പൈന്ന് സെറ്റ് പൈ ബൈ 2 മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്നതായിരുന്നു. നമുക്ക് എന്താ ചെക്ക് ചെയ്യേണ്ടത്? സീക്ക് 2 by root 3 ആവുന്ന ആംഗിൾ ഏതാണ് നമുക്ക് നോക്കണം. അപ്പോൾ സീക്കാണ്, അതിന് പകരം നമുക്ക് 1 by cos എഴുതിയാൽ മതിയല്ലോ. അപ്പോൾ സീക്ക് y ഈക്വൽ ടു 2 by root 3 ആണ് നമുക്ക് നോക്കേണ്ടത്. അതായത് 1 by cos y ഈക്വൽ ടു 2 by root 3. അതായത് cos y എന്ന് പറയുന്നത് √3 by 2. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് കോസിൻ്റെ വാല്യൂ √3 by 2 എന്ന് പറയുന്നത്, √3 by 2 വരുന്നത് ഏത് ആംഗിളാണ് നോക്കുക. അപ്പോൾ y ഈക്വൽ ടു പൈ ബൈ 6 ആയിരിക്കുമ്പോഴായിരിക്കും കോസ് √3 by 2 കിട്ടുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ എന്തായിരിക്കും? സീക്ക് y ഈക്വൽ ടു 2 by root 3 ആവണത് സീക്ക് പൈ ബൈ 6ലാണ് 2 by root 3 എന്ന് പറഞ്ഞ് കിട്ടുന്നത്. പിന്നെ ഈ പൈ ബൈ 6 എന്ന് പറയുന്ന ആംഗിള് ഈ ക്ലോസ്ഡ് 0 പൈ മൈനസ് സെറ്റ് പൈ ബൈ 2 ഉണ്ടായിരിക്കും. പൈ ബൈ 2 അല്ല മൈനസ് ചെയ്യുന്നത്, പൈ ബൈ 6 അപ്പോൾ എന്തായാലും ഇതിലുണ്ടായിരിക്കും. അപ്പോൾ എന്താ പൈ ബൈ 6 ആയിരിക്കും നമ്മുടെ പ്രിൻസിപ്പൽ വാല്യൂ എന്ന് പറയുന്നത്. Therefore, principal value of sec inverse 2 by root 3 is pi by 6. Thank you.